എന്നാ അച്ചമ്മച്ചി രാവിലെ കഴിക്കാൻ? ഓ രാവിലെ എൻ്റെ ഒച്ച തല നേരെ നിൽക്കുന്നില്ല, അപ്പടി ജലദോഷം പിടിച്ചു, തുമ്മലും. അതുകൊണ്ട് ചെറിയ കാപ്പി വല്ലതും മതി. അവല് വിളയിച്ച് ഇന്നലെ ആ ചേട്ടൻ വന്നപ്പം കൊണ്ടുവന്നില്ലേ, അച്ചയുടെ കൂട്ടുകാരൻ. അപ്പം അതുകൊണ്ട് ഇരിപ്പ്. അതിൻ്റെ കൂടെ നമുക്ക് 2 കപ്പ കണ്ടിച്ച് വയ്ക്കാം. അച്ചമ്മച്ചിക്ക് വയ്യല്ലോ, ഞങ്ങളുണ്ടാക്കാം. ഞാൻ കൂടാ. കപ്പ വിളിച്ച് നമുക്ക് മുറിച്ച് പുഴുങ്ങിയിട്ടേ കാന്താരിയും കൂടെ അരയ്ക്കാം. ഇന്ന് അതൊക്കെ മതി, ചെറിയ കാപ്പി മതി. ഇതെന്നാ അച്ചമ്മച്ചി പാള? ഇതേ ഈ കപ്പേ പുളിക്കുമ്പോ മണ്ണൊക്കെ പറ്റിയല്ലേ. അപ്പൊ തങ്കമ്മച്ചി ഇങ്ങനെയാ. തങ്കമ്മച്ചി പാളക്കകത്താ കപ്പ പുളിക്കുന്നതും മണ്ണ് പറ്റുന്നതൊക്കെ എടുക്കുന്നത്, ചേമ്പ് ഇരണ്ടുന്നതൊക്കെ. അപ്പൊ ഇന്നലെ പറമ്പിൽ കണ്ടപ്പോ ഞാനും ഒരു പാള ഇങ്ങെടുത്തോണ്ട്. ഇപ്പം കപ്പേ ഈ മണ്ണൊക്കെ പറ്റുന്നതാണ് ഈ പാളക്കകത്തോട്ട് പൊളിച്ചിടുവാണേലേ. അപ്പൊ പിന്നെ നമുക്ക് മുറത്തെ മണ്ണ് പറ്റിക്കണ്ടല്ലോ. മുറത്തിനകത്ത് നമ്മൾ ചക്കയൊക്കെ വെട്ടിയിടുന്നല്ലേ. എനിക്ക് തുടങ്ങിയതല്ലേ ഉള്ളൂ. അങ്ങനെയാ. മറ്റേ ആ സ്വസ്ഥയുടെ ഒരു തോണിക്കൂടെ മേടിയില്ല. പിന്നെ 2 നാളത്തെ ആ ഗുളികയില്ലേ അലിപ്പിച്ച് കഴിക്കുന്നേ, അതും കൂടെ മേടിച്ചാൽ മതി. അത് തിന്നാ ഇനി എൻ്റെ ജലദോഷം പൊക്കോളും. അച്ചമ്മച്ചി പറഞ്ഞു കാപ്പ മതി. നിങ്ങൾ അങ്ങനെ അഴുക്ക് കപ്പയും നല്ല കപ്പയൊക്കെ കണ്ടുപിടിക്കും? കപ്പയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് 10-70 വർഷമായില്ലേ. അന്നേരം ജനിച്ചിട്ട് ഈ മാസമായി, അടുത്ത മാസം കണ്ട 70. അടുത്ത മാസം 70 തികയുമല്ലോ. ഇതിങ്ങനെ നാക്കലോട്ടെ പീച്ചി പീച്ചി തരാൻ തുടങ്ങിയ കാലം തൊട്ട് കാണുന്നതാണ്. ഉണ്ടായി ഒരു 6 മാസമായപ്പോ തൊട്ട് തിന്നുന്നതാ ഇതൊക്കെ. അന്നിന്നത്തെ കണക്ക് പലഹാരമൊന്നും അല്ല പിള്ളേർക്ക് തരുന്നത്. അന്ന് കൈ കിട്ടുന്നൊക്കെ കൊടുക്കും. കപ്പയോ ചക്കയോ എന്തെങ്കിലും കുറുക്കോ. ഈ കപ്പ കൊണ്ട് കുറുക്കുണ്ടാക്കും. കുറുക്ക് തിന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നമ്മളെക്കായാലും ദൈവം സഹായിച്ച് അവർക്ക് രോഗവും ഇല്ല. അവർക്ക് അച്ഛൻ ഇപ്പം കാണുമല്ലേ തങ്കമ്മച്ചി ഇപ്പോഴും തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നു. ഇവിടെ നമുക്കൊരു രാവിലെ മഴയ്ക്കൊരു ചെറിയ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ ശാന്തതയൊന്നും കണ്ട് ആരും വെയില് വരുമെന്നൊന്നും ഓർക്കണ്ട. വരും. വെയില് വരുന്നത് നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എനിക്കിഷ്ടമല്ല മഴ. ആണോ? നിന്റെ ഇഷ്ടത്തിന് കാലാവസ്ഥയൊക്കെ വരും കേട്ടോ. നീ ഒരു ശാസ്ത്രജ്ഞനായിക്കോ, അപ്പം അറിയാം. കപ്പ ഇനി പൊളിക്കണ്ട, ഇത് മതി. ആർക്കും വിശപ്പൊന്നും കുറവാ എല്ലാവർക്കും. ജലദോഷം പനിയൊക്കെ വന്നു കഴിഞ്ഞാലേ വിശപ്പ് കുറവാ. എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, എനിക്ക് പനിയില്ല. രാവിലെ പാത്രം എല്ലാം കാലിയാന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് വന്ന ഇവിടെ രാത്രിയിലെങ്ങാണ്ട് വന്നു. പൂച്ചക്കുഞ്ഞ് ആണോ? വിശപ്പുണ്ടെങ്കിൽ വല്ല ചൂട് കഞ്ഞിയും കോരി കുടിക്കണം രാവിലെ. അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടാക്കാം. കാന്താരി ഏതായിരിക്കുന്നേ? പച്ചയാണോ ഉണക്കയാണോ? പച്ച ഇരിപ്പില്ല അച്ഛന്. ആ ഏലത്തിനകത്തൂടെ കയറി പോണേ നനയും. ഞാനിപ്പോ വരാതെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെന്ന് പറഞ്ഞാലുവേ ആവിയൊക്കെ പിടിച്ച് കുറച്ച് കൂട്ടിട്ട് അത് തന്നെയല്ല, അവന് വെച്ചങ്ങടെ യാത്ര പോവാൻ നമ്മളെ ഇവിടെ ഇട്ടിട്ട് പോവാന്നാ പറഞ്ഞേ. നമുക്ക് ജലദോഷം ആയുണ്ട്. വന്നപ്പോഴേ മരുന്ന് മേടിച്ചായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നല്ലോ. അതിന് ഒരു കാര്യമുണ്ട്, എനിക്ക് ഇന്ന് രാത്രിയിലാ വന്നത്. അപ്പൊ ഞാൻ രാത്രി പോയി മരുന്ന് മേടിക്കണം. ഇവിടെ ഒന്നും സമയത്തിന് ചെയ്യല്ലോ, ഓടുന്ന നോക്കിയിട്ടല്ലേ ചെയ്യത്തുള്ളൂ. തന്നെ വന്നത് തന്നെ പൊക്കോളൂടാ.
ഒരു ജലദോഷം കോപ്പിയുടെ വകയാണ് എന്റെ മുളക്. ജലദോഷമൊക്കെ വരുമ്പോഴേ ആവി പിടിക്കണമെന്ന് അല്ല ആവിയും പിടിച്ച് വാളംപുളി സ്റ്റോക്ക് ആണല്ലോ. വായിക്കേ കയ്പായതുകൊണ്ട് പുളിയൊക്കെ വെച്ച് മുളക് അരക്കണം. ഈ വാളംപുളി സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരു വർഷത്തേനുള്ളതാ വാളംപുളി മേടിച്ച്. നീ അടുത്ത വർഷമല്ലേ കിട്ടത്തുള്ളൂ. ഇപ്പൊ പൂക്കാൻ തുടങ്ങുന്നുള്ളൂ. ആ അന്നേരം കിട്ടുന്ന പുളി നല്ലപോലെ പുളി മേടിച്ചിട്ടുള്ള അവസരത്തിൽ മേടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി അതിന്റെ കുരുവും കുത്തിക്കളഞ്ഞ് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തിരുമ്മി നല്ലപോലെ ഉരുട്ടി ഭരണിയിലാക്കി വെച്ചാൽ 1 വർഷമോ 2 വർഷമോ ഇനി 10 വർഷം വേണേലും ഇരുന്നു. വെള്ളം തൊടാതിരിക്കണമെന്ന്. വെള്ളമേ പുളിയെ തൊടാൻ പറ്റിയല്ല. വെള്ളം തൊട്ട് പോയാൽ പൂത്തുപോകും. ഉപ്പ് പൊടിച്ച് തൂളണം. ഉപ്പും കുരുമുളകും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ പൊടിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തിരുമ്മി നല്ലപോലെ ഉരുട്ടി. ഇത് കണ്ടില്ല ഇപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിനി എത്ര വർഷം വേണേലും ഇരുന്നോളും. എല്ലാവർക്കും ഒന്നും പുളി സൂക്ഷിച്ച് വെക്കാനും അറിയത്തില്ല. ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് നേരത്തെ മണ്ടത്തരം. എനിക്കറിയാവോ, അമ്മച്ചി എന്നോട് പുലി ഉരുട്ടി ഭരണിയിലിടാൻ പറഞ്ഞു. ഞാൻ ചൊവ്വ നോക്കിയിട്ട് ഉരുളുന്നില്ലേ, ഉണങ്ങിയ ഞാൻ ഇച്ചിരി വെള്ളം വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോ അത് പൂത്തിരിക്കുന്നു. അമ്മച്ചി എന്നെ വഴക്കും പറഞ്ഞു. അതിറങ്ങി വന്നോളൂ. അരിയിട്ട് കഴിയുമ്പോൾ എല്ലാം പോവാ. അത് സാരമില്ല. അരി ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇന്നിപ്പോ നീ ഇട്ട് കൊടുത്തോണ്ടായിരിക്കും. എല്ലാ ദിവസവും അമ്മച്ചില്ലേ പരിചയമില്ലാതെ കാണുന്നല്ലോ. അതുങ്ങള് രാവിലെയും വൈകിട്ടും വരും. അന്നേരം എല്ലാം കുറെ അരി ഇട്ട് കൊടുക്കും. അരിയോ ചോറോ എന്നേലും ഇട്ട് കൊടുത്താൽ അതുങ്ങള് കുറേശ്ശെ തിന്നോളും. ഞാൻ ഇന്നലെ അവിടെ എന്തേരം അരി ഇട്ടത് അതെല്ലാം തിന്നു കൊത്തിപ്പെറുക്കി. എന്താണ് ബ്രോ അവിടെ ഇരുന്ന് കണ്ടേ പൂച്ച ഇരിക്കുന്നോണ്ട് വരാത്ത. അങ്ങോട്ടൊന്ന് മുറിച്ച് വെച്ചേരാ അതിനകത്തോട്ട്. എന്തേലും വേണം. നീളത്തില ഇച്ചിരി വലുതാക്കിക്കോ. ആ അങ്ങോട്ട് മുറിച്ചിട്ട് വറക്കാൻ എളുപ്പമുണ്ട്. അന്നേരം അരിയൊക്കെ മൂക്കും. അല്ല മുഴുവത്തിനോടെ ഇട്ടാലേ മൂക്കാൻ താമസവും അരയാനും താമസവും. അതാ ചമച്ച് വിളിക്കും. പോപ്പിക്ക് ഉള്ളി വിളിക്കുന്ന കാര്യം പറയുമ്പോഴേ പൂത്ത് കണ്ണ് നീറുമെന്നും പറഞ്ഞോണ്ടോ ഇതൊക്കെ ശീലിക്കുന്നു. മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മതിയോ? മുളക് അരയ്ക്കാനുള്ള ഉള്ളി ചതച്ചെടുക്കുവാണെങ്കിലേ അരയ്ക്കാൻ എളുപ്പമുണ്ട്. കുഞ്ഞിക്ക് ഇന്നലെ വൈകിട്ട് ചോറുണ്ടില്ലായിരുന്നോ കുഞ്ഞി? അല്ലെങ്കിൽ ഇത്രയും നേരത്തെ കുഞ്ഞി കഴിക്കുന്നതല്ലല്ലോ. ഇന്ന് തന്നെ വിശക്കുന്നുണ്ടോ? അതിന് നമ്മള് തന്നെ ഉണ്ടാക്കി അവര് വന്ന് തിന്നോളും. ആരാണ്ടൊക്കെയോ കാപ്പി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടേ എല്ലാം ഇപ്പൊ നമ്മള് തന്നെ ചെയ്യേണ്ട അവസ്ഥയായി. ഇല്ല ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞോണ്ട് ഞങ്ങളെ വിളിച്ച് എഴുന്നേപ്പിച്ചോണ്ട് വന്നതാ. അതിനിപ്പോ ആരെയും കാണാനില്ല. ഇപ്പൊ ഞങ്ങള് തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്നു. കത്തിക്ക് വെള്ളം ഒഴിക്കും. ഉപ്പ് ഇവിടെ കുറ്റി ഓണായിരുന്നല്ലോ. ഓണാക്കിയായിരുന്നോ? ഓണായിട്ടിരിക്കുവായിരുന്നു. മറ്റവനാണെ പിന്നെ അതൊക്കെ ഇത്രയും നാളായിട്ട് ഈ ഗ്യാസാലൊന്നും നോക്കിയിട്ടില്ലല്ലോ. അങ്ങോട്ട് നോക്കി അങ്ങോട്ടോ ഒയ്യോ അത് സ്പൂണിന്റെ ആണെന്നില്ല. ചെറിയ സ്പൂൺ ആണേലും 1 സ്പൂൺ ഒക്കെ ഇടാവുള്ളൂ.
ആ ചൊവ്വ ഒന്ന് അടച്ചേ, കുക്കർ അടയ്ക്കാവോന്ന് അറിയട്ടെ. പിന്നെ ഏതായാലും കുഞ്ഞി മാറി നിൽക്കാം. കുഞ്ഞി ഏറ്റിട്ടേക്കാം. ആ അടയ്ക്കാൻ അറിയാമല്ലോ. ജിമ്മിൽ പോയി പിന്നെ മറ്റേ വെയിറ്റ് മുക്കുന്നവരാണ് ഇരിക്കുവോ? നല്ല തണുപ്പല്ലേ? ഉണ്ടായിരിക്കും. ഇതിടട്ടെ. അത് ഇടാൻ വരട്ടെ. സ്പൂൺ കൊണ്ട് എടുക്കട്ടെ, ഇളക്കാൻ. അത് ഇടുമ്പോ ചിലപ്പോ ഭൂകമ്പമായിരിക്കും. ഇട്ടേ ഇട്ടേ. ആ മാറി മാറി. ഇത് നമ്മുടെ സ്ഥിരം മുളക് അരയ്ക്കുന്ന പാത്രമാണ്. എത്ര വർഷമായ പാത്രമല്ലേ? പൊട്ടിത്തെറിക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ മുളക് മുറിച്ചിട്ടുണ്ട്. ഈ മുറിച്ചിടാതെ ഞെട്ടടത്താതെയൊക്കെ ഇടുമ്പോഴേ മുളകിനകത്തോട്ട് ഈ ഗ്യാസ് കാറ്റ് വീറും. ഇങ്ങനെ ഇതിപ്പം വീറുന്നില്ലല്ലോ. പിന്നെ ഞെട്ട് കൂട്ടി അങ്ങോട്ട് ഇടാമെങ്കിൽ മുളക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പൊ അതിൻ്റെ അകത്ത് ഗ്യാസ് നിന്നിട്ട് അത് പൊട്ടിത്തെറിക്കും. പുതിയ ഭാഷ കേട്ടോ, വീറുന്ന്. അതായത് എയർ ടൈറ്റ് ആവും. എയർ ടൈറ്റ് ആകും മുളക് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോ, ചൂടടിക്കുമ്പോ. ഇത് നമ്മളൊരു എന്തേലും ഒരു സാധനം അടച്ചു വെച്ചേച്ച് കൊണ്ടുവന്ന് ചൂടാക്കിക്ക്. അല്ല നിസാരം ഒരു കുപ്പി കള്ള് മേടിച്ചിട്ടേ അതൊന്ന് അടച്ചങ്ങോട്ട് വെച്ചിട്ടേ കുറച്ചു നേരം നമ്മൾ എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുളക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. കറിവേപ്പില വെള്ളം ഉണ്ടെങ്കിലായി പൊട്ടിത്തെറിക്കുന്നത്. അത് വെള്ളമയം ഉണ്ടായിട്ടോ. മുളകിന്റെ മൂപ്പൊക്കെ നല്ലപോലെ നോക്കിക്കോണം. ഇനി ഞാൻ കാണിച്ചു തരികയില്ല. കുഞ്ഞിയോടി ഉണ്ടോ? മുളകിന്റെ നിറം ഇപ്പൊ ഏകദേശം ഒരു കറുപ്പ് നിറം മാറിയില്ലേ? ഇതിന് തന്നെ അരച്ചെടുക്കണം. ഇത്രോ മതി. അരച്ചെടുക്കണം. ഇതിനി അതെന്നാന്ന് ചോദിച്ചാൽ ഈ ചീൻചട്ടിക്കകത്ത് തന്നെ ഇട്ടരച്ചാലേ നമ്മുടെ മുളകിന് രുചി വരത്തുള്ളൂ. അതങ്ങനെ ഇല്ല, ഞങ്ങളുടെ മൂക്ക് അടഞ്ഞിരിക്കുക. അവൻ ഈ ജലദോഷം ഞങ്ങൾക്കെന്ന് പറയുന്നതിന്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്കറിയാം. സർക്കിട്ട് പോകാനിരിക്കുന്ന അച്ഛനും മാനും കൂടെ തന്നെ പോകാൻ അതൊന്നും നടക്കുകയല്ല മാനെ. മരുന്ന് മേടിക്കണമായിരുന്നു. ചേട്ടാ രാത്രി തുടങ്ങി ജലദോഷത്തിന് 7 നേരം മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞെന്നാ മുളകരയ്ക്കുവാണ്. മുളകര കൊടകര വലിച്ചോണ്ട് പോ എന്റെ കസേരയിട്ട്. ഇതിനകത്തോട്ടിട്ടേ ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടങ്ങ് അരച്ചാലേ നല്ലപോലെ അരഞ്ഞോളൂ. അരച്ചാ പിന്നെ ഇങ്ങനെ അരയ്ക്കുക ടേസ്റ്റ്. എനിക്ക് കല്ലേ വെച്ച് അരയ്ക്കുന്നതിലും മിക്സിയിൽ അരയ്ക്കുന്നതിലും ഒക്കെ ഇഷ്ടം ഇതാ. നല്ല ഇച്ചിരി നേരം അരയ്ക്കണം. ഇല്ല ഞാൻ തിന്നില്ല, കഴിച്ചാലോ? ഉണക്കമീൻ കിടപ്പില്ലായിരുന്നു വെച്ച് അയ്യോ മറക്കുന്നോ? ഉണ്ടേലും ഉണ്ട് ഒരു ഉണക്കമീൻ. അതെ അതെ. നമ്മുടെ പുളിവെള്ളവും കൂടെ ഒഴിക്കാം. നരച്ചിലൂടെ പെട്ടെന്ന് അരിഞ്ഞോളൂ. ഇനി ഉണ്ടാക്കണ്ടായിരുന്നു, അതാ ചോദിക്കുന്നു. വേണ്ടായിരുന്നു, വേണമായിരുന്നു. ഉണ്ടാക്കണ്ടേ? ഇനി തൊട്ട് ഇത് ആവർത്തിക്കരുത് കേട്ടോ. ഉള്ളി ചോദിച്ചിരിക്കുന്ന കൂടി ഇങ്ങെടുത്തോ. മതി. ഉണ്ടോ? മുളക് നല്ല സൂപ്പറായിട്ട് അരഞ്ഞു. കഴിച്ചു നോക്കിയിട്ടേ പറയത്തുള്ളൂ. അരഞ്ഞോന്നോ? മുളകിന് ടേസ്റ്റ് ഉണ്ടോന്ന് മാത്രം കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ പറയുമ്പോ എല്ലാം പറയണം. എല്ലാം പറയുന്ന ഒരാള്. അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി അല്ല പൂവീച്ച. ഉള്ളി നിന്ന് പൂവീച്ചേനെ ആദ്യമായിട്ട് ഇങ്ങനെ അരയ്ക്കുന്ന മുളകിനെ ഏറെ ഉള്ളി ഇടണം ഇതുപോലെ. കണ്ടോ? പുളിയുണ്ടോന്ന് തൊട്ട് നോക്കട്ടെ.
എനിക്കൊന്നും വേണ്ട 2 ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഞാൻ പോകും. ഇതൊന്ന് എടുക്കാം. എണ്ണ ഉറഞ്ഞിരിക്കും അടുപ്പും കവിച്ചിട്ടും. എണ്ണക്കുപ്പിയുടെ ഷേപ്പ് കണ്ടോടെ. നമ്മ കൈയില്ലാത്ത മനുഷ്യനെ പോലെ അത് നേരെ വെക്കുമ്പോ അതെ കണ്ടോ? അടുപ്പും കവിച്ച് വെച്ച് ചളുങ്ങിതാ. പ്ലാസ്റ്റിക് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ഒരു സ്പൂണും കൂടി ഇങ്ങെടുത്തോ, നമുക്ക് കഴിച്ചേക്കാം. അച്ഛൻ എല്ലാം ഉണ്ടാക്കാൻ കൂടെ വന്നിട്ട് ലാസ്റ്റ് ആയപ്പം സിറ്റിയിലോട്ട് പോയി. ഇപ്പൊ വരാന്ന് പറഞ്ഞു. നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു. കഴിച്ചേക്കാം. നമുക്ക് കഴിച്ചേക്കാം. നീ മറക്കാതെ എങ്ങനെ കഴിക്കും കച്ച. എടുത്തേക്കാം. മാങ്ങാച്ചാറും കൂടെ ഇടാം. മാങ്ങാച്ചാറ് ഇതിനകത്തല്ലേ ഉള്ളു വെച്ച്. ഇതിനകത്തിരിപ്പില്ലേ ഇവിടെ? കുഞ്ഞിക്കെന്നാ കപ്പൊന്നു? കപ്പ വേണ്ട. ഇച്ചിരി കപ്പ നീ നിന്ന് നോക്കണം. ഞങ്ങക്ക് കപ്പയെല്ലാം ഉണ്ടാക്കി തന്നിട്ട് അവൻ ഓടിപ്പോയി ബ്രെഡൊക്കെ ശരിയാക്കി. ഇതിനകത്ത് നീ ജാമ് കഴിച്ചോ? ഇന്നലെ ജാമ് വെച്ച്, ഇന്ന് ജാമ് വേണ്ട. ഇവനെ എന്നാ വെറുതെ ടോസ്റ്റ് ചെയ്തെടുത്തോ? കൊള്ളാലോ. എന്നാ ഉണ്ടടി കപ്പയുടെ അത്രയും പറ്റിയല്ല അല്ലേ? അച്ഛനെല്ലാം ഉണ്ടാക്കാൻ കൂടിയിട്ട് സ്ഥലം വിട്ടു. അച്ഛക്ക് എന്നാലും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു വിളിച്ചതാ. പണിക്കാരാ എന്തോ അവിടെ അത്യാവശ്യം വന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു. കൂട്ടാനാണോ? അങ്ങോട്ടാണോ? അങ്ങോട്ടാണെന്നും പറഞ്ഞില്ല, ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയി. വരുന്നിടം വരെ നോക്കി നിന്നാ നമ്മുടെ കപ്പ തണുത്തു പോകും. അപ്പം തണുത്ത് പോകും. ഇനി അപ്പം വരുമെന്നും അറിയത്തില്ല ചിലപ്പം. മുളക് നല്ല എരിവുണ്ടല്ലേ? ചോറിനകത്തോട്ടിട്ട് ഇളക്കി. ചോറിനാ നല്ല മുളക് അരച്ചത്. ആ മുളകിനല്ലേലും നല്ല എരിവായിരുന്നു. അന്നേരം ഇത് പിരിയമുളകല്ലല്ലോ. മീനില്ല. മീനുണ്ട്, ഞങ്ങൾ എടുത്തില്ലെന്നുള്ളതാ സത്യം. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.